ഹലോ! എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രാങ്ക്ഫർട്ടിലുള്ള ക്ലൈൻമാർക്റ്റ് ഹാലെ കണ്ടാലോ? ഇത് പേര് പറയുന്നത് പോലെ ചെറിയൊരു മാർക്കറ്റ് ഹാളാണ് ട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കാര്യമായിട്ടും വീക്കെൻഡ് ചെയ്ത ഷോപ്പിങ്ങും ഞങ്ങൾ എന്തൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ് ട്ടോ ഞാൻ കാണിക്കുന്നത്. ലോകത്തുനിന്ന് പല സ്ഥലത്തുനിന്നും ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. മാത്രമല്ല ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വളരെ ഫ്രഷ് ആയിട്ടുള്ളതാണ് ട്ടോ. ഡയറക്റ്റ് ഫാമേഴ്സിനും സ്റ്റോളുകളുണ്ട് ഇവിടെ. ഒരു കടയിൽ ടീയുടെ സ്പെഷ്യാലിറ്റി ആയിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ മുല്ലപ്പൂ തൊട്ട് സകല പൂക്കളും ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂവും ഇലയും എല്ലാം ഉണക്കി ചായ വെക്കാനായിട്ട് വെച്ചേക്കാണ്. നല്ല വിലയുണ്ട്. 100 ഗ്രാമിന് 10 യൂറോ അടുപ്പിച്ചൊക്കെയാണ് ഓരോ ഇലയുടെയും പൂവിൻ്റെയും വില. റോസ് കൊണ്ടുള്ള ചായയൊക്കെ എന്തോ എനിക്ക് സങ്കല്പിക്കാൻ പറ്റി. പക്ഷെ മുല്ലപ്പൂവിൻ്റെ ചായ മാത്രം എനിക്കങ്ങോട്ട് എന്തോ അങ്ങോട്ട് ദഹിച്ചില്ല കേട്ടോ. പിന്നെ ദേ ഇതുപോലെ പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എന്തോ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന സാധനങ്ങൾ. ഈ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ കഴിച്ച് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു സാധനമേ കിട്ടൂ എന്നൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ്, ബ്രെഡ്, പല ടൈപ്പ് നൂഡിൽസ്, പാസ്ത, എല്ലാ സാധനങ്ങളും കിട്ടും. പല പല രാജ്യത്തു നിന്നുള്ളതുമാണ്. ഇതിപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ളൊരു സ്റ്റോറാണ് ഈ കാണുന്നത്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു കൂണിന് 100 ഗ്രാമിന് 1200 രൂപ കൂടുതലാണ്. 12 യൂറോ 100 ഗ്രാമിന്. പിന്നെ ഈ കാണുന്ന ഫ്രൂട്ട്സ് ഒന്നും സൂപ്പർ മാർക്കറ്റിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫ്രഷാണ്, നല്ല വലിയ വലിയ ഫ്രൂട്ടാണ്. ഓരോ പീസും നല്ല മുഴുത്തിരിക്കുന്നതെന്ന് പറയില്ലേ, അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ഇത്രയും റേറ്റും ഇവർ ചാർജ് ചെയ്യണത്. ഞങ്ങൾ കുറേ കടകളിലൊക്കെ നടന്നിട്ട് ലാസ്റ്റ് ഇവിടെ ലെറ്റ്യൂസൊക്കെ റോസ് പോലെ ഇരിക്കുന്ന ഒരു കട കണ്ടു. ഇതിൻ്റെ കടയുടെ ഭംഗി കണ്ടിട്ട് ഇവിടെ കയറിയതാണ്. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ടാട്ടോ വീട്ടിൽ പോയത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ സാധനം ഈ കാണുന്ന ബീട്രൂട്ടാണ്. ഞാൻ ഇങ്ങനത്തെ പല കളർ ബീട്രൂട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ കാണുന്ന പല കളറിലുള്ള ക്യാരറ്റും. ഈ 4 കളറും ക്യാരറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പല ടൈപ്പ് ചേമ്പൊക്കെ ഉള്ളതുപോലെ ഇവരുടെ ഏറ്റവും വെറൈറ്റി ഉള്ള പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. മുകളിൽ പോയപ്പോൾ ഒരു ഫാമറിൻ്റെ സ്റ്റോറിൽ കുറേ ടൈപ്പ് മുട്ട ഇരിക്കുന്നു കേട്ടോ. കഴുത്തി തൂവല്ലാത്ത കോഴിയുടെ മുട്ട, പച്ചമുട്ട, അങ്ങനെ പല ടൈപ്പ് മുട്ടയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കുഞ്ഞു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും മുകളിൽ നിന്ന് മുട്ടയും കൂടെ മേടിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവരിത് പണ്ടൊരു ചെറിയ സ്ഥലത്ത് തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയൊരു ഏരിയ എടുത്തിട്ട് നല്ല ഗ്രാൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നത് മുഴുവൻ നൂഡിൽസിൻ്റെ സെക്ഷനാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഫ്രോസൺ സെക്ഷനും അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ പല പല സെക്ഷനുണ്ട്. നൂഡിൽസിൻ്റെ വെറൈറ്റി കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സത്യം പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഏതെടുക്കണമെന്നോ ഏതിനുള്ളതാണെന്നൊന്നും മനസ്സിലാവില്ല. ഈ ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ശരിക്കും പൊള്ളിയാണ്. ഇത് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് എന്നാണ് പേരെന്നുണ്ടെങ്കിൽ മെയിൻലി ജാപ്പനീസും ചൈനീസും സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നു മാത്രം. ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പക്ഷേ മുടിഞ്ഞ വിലയാണ്, നമുക്ക് മേടിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. എന്നാലും കണ്ട് ആസ്വദിക്കാമല്ലോ. ഈ കാണുന്ന കുഞ്ഞു കിളികളും ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, ഇവർ കഴിക്കുമ്പോൾ ചോപ്പ് സ്റ്റിക്ക് വെക്കാനായിട്ട് ഉള്ള ഒരു ആക്സസറിയാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ താഴെ വെക്കാതെ ചോപ്പ് സ്റ്റിക്ക് ഇവർ ഇതുമലാണ് വെക്കുക കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് 1-2 മേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെന്തായാലും ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ പറ്റില്ല. നമുക്ക് നൈഫും ഫോർക്കും തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈ കൊണ്ട് കഴിക്കുന്നത് നമുക്ക് അത് തന്നെയല്ലേ നല്ലത്. കുറേയൊക്കെ ഹാൻഡ് മെയ്ഡാണ്. നല്ല വിലയുണ്ട്, അതിനനുസരിച്ച് നല്ല വിലയുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസാണ്. പൂച്ചകളുടെ അടുത്ത് ഇവർക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹമുള്ളതുപോലെ കുറേ പൂച്ച ഡിസൈൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല മിക്കതും മെയ്ഡ് ഇൻ ജപ്പാനും ആയിരുന്നു കേട്ടോ. ഇനി ഇത് ജാപ്പനീസ് സ്റ്റോറാണോ എന്തോ എനിക്കറിയില്ല. നല്ല ബ്രൈറ്റ് മഞ്ഞ കളറിലുള്ളൊരു റാഡിഷ് പൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മളിതൊന്നും എടുത്തില്ല. എന്നാലും നമ്മൾ ഈ കടയിലൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുക, നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നിയാൽ ട്രൈ ചെയ്യുക, അതൊക്കെ ഉദ്ദേശിച്ച് തന്നെ കേട്ടോ നമ്മൾ വരുന്നത്. ഇങ്ങനത്തെയൊക്കെ കടയിൽ പോയാൽ കുറേ സാധനങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എന്താണേലും കാണാനുള്ളൊരു രസം. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു കുഞ്ഞ് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഞാൻ കാണിക്കാവേ. ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഈ ഒരു
ബോബ ടീ. ഇത് ലിച്ചി ഫ്ലേവർ ആണ് കേട്ടോ. അവിടെ സാമ്പിളിങ് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. ഒരു കുപ്പി വഴിയിലെ പൊട്ടിച്ചു കുടിച്ചു, ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഇത് നമ്മുടെ ചൗ. ഇത് വെറൈറ്റി ഒന്നുമില്ല പ്രത്യേകിച്ച്, നമ്മുടെ ഒരു കായ. പിന്നെ ഇത് കുറച്ച് ഉള്ളിയുടെ വിത്താണ്. എനിക്കിത് പൂരി ഉണ്ടാക്കുമ്പോൾ ഇത് ഇട്ടാ എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. നെക്സ്റ്റ് ഒരു മാംഗോ പ്യൂറി. ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന കേട്ടോ. സാധാരണ ഒരു ടിന്നിലുള്ള മാംഗോ പൾപ്പാ മേടിക്കാറ്. ഇത് പുതിയൊരു സാധനം കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കറുത്തെള്ളും വെളുത്തെള്ളും. ഞാൻ ചൈനീസ് ഫുഡ് ഉണ്ടാക്കി ഇവരെ വെറുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു മഷ്റൂം, ഇതും ആദ്യമായിട്ട് മേടിക്കുന്നതാണ് ഈ മഷ്റൂം. ഈ കാണുന്നത് എല്ലാം പല ടൈപ്പ് സോസസ് ആണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് എടുത്തതാണ്, എനിക്കിതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ആൽക്കഹോൾ ഫ്രീ ബിയർ ആണ് ഇതൊക്കെ. സോസ് ഓക്കെ. ഇത് നമ്മുടെ സെസമി ഓയിൽ ആണ്, എള്ളെണ്ണ. ഇത് പീനട്ട് സോസ് ആണ്. പീനട്ട് സോസ് നമ്മുടെ തായ് കുസീനിലൊക്കെ ഇടുന്നുണ്ട്. അപ്പം എനിക്ക് തായ് കുസീനും നമുക്ക് ഉണ്ടാക്കാമല്ലോ, പരീക്ഷിക്കാമല്ലോ. ഇത് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഓക്കെ, ഇത് ഓയിസ്റ്റർ സോസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഫിഷ് സോസ്. അങ്ങനെ ആകെ വെറൈറ്റി ആണ് ഈ വട്ടം. അതുകൂടാതെ കുറച്ച് ഫ്രഷ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കുക്ക് ചെയ്യാത്തതാണ്. ഇത് മാവാണ്, രാമൻ. ഒരു ഡംപ്ലിംഗ് ആണ്. ഇത് വെറുതെ സ്റ്റീം ചെയ്ത് നമുക്ക് കഴിക്കാം. പിന്നെ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോൾസ്, ടോഫു. ഇത് കോളിഫ്ലവർ ആണ്. എനിക്ക് നാട്ടിൽ അമ്മയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലത്തെ കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ള ഓർമ്മയുണ്ട്. ഞാൻ എന്തായാലും കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇത് അങ്ങോട്ട് എടുത്തതാണ്. ഇനി അത് കൂടാണ്ട് നമുക്ക് വേറൊരു ടൈപ്പ് നൂഡിൽസ് ഉണ്ട്. നമ്മൾ ആദ്യം പോയ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളാട്ടോ ഇത് പാസ്ത ഉണ്ടാക്കുമ്പോഴും പിസ്സ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ കുറേ സ്പൈസസ് ആണ്. അതുകൂടാണ്ട് ഒരു പാക്കറ്റ് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്ക മാങ്ങ ഇവിടെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് വില കൂടുതലാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൂടാതെ നമ്മുടെ വെറൈറ്റി കുക്കിങ്ങിനായിട്ട് ഞാൻ കുറച്ച് ബ്രസൽ സ്പ്രൗട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത് എത്ര ഗ്രാമാണെന്ന് ഞാൻ മറന്നു കേട്ടോ. ഞാൻ അങ്ങനെ 10 എണ്ണി എടുത്തോളാൻ പറഞ്ഞു അവരോട്. അങ്ങനെ 10 എടുത്തതാണ് അവർ. നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാർക്കറ്റിൽ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ. അതുകൂടാതെ നമ്മുടെ വേറൊരു ഐറ്റമാണ് ഈ ബ്രോക്കലി. ഇതൊക്കെ വെച്ച് ഞാനൊരു കാച്ചുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ. അത് കൂടാണ്ട് ഒരു വേറെ വെറൈറ്റി സാധനം ഉണ്ട്. ഇങ്ങോട്ട് വരും, ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരും. യെസ്, ഇതെന്ത് കോഴിയുടെ മുട്ടയാണെന്നറിയോ? ഇത് കോഴിമുട്ടയല്ല. ഇനി മുട്ടയുടെ സൈസ് കമ്പയർ ചെയ്ത് കാണിക്കാനാണെങ്കിൽ ഇതൊരു കോഴിയുടെ മുട്ടയാണ്. ആൻഡ് ദിസ് ഇസ് കാടമുട്ട. ഇത് ഗൂസിന്റെ മുട്ടയാണ് കേട്ടോ. ഗൂസ് എന്ന് പറയുമ്പോൾ വാത്തയുടെ മുട്ടയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. നാട്ടിലായിരുന്നപ്പോൾ നമ്മളിത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇത് വാത്തയുടെ മുട്ട, ഇത് കോഴിയുടെ മുട്ട, ഇതൊരു കാടമുട്ട. ഇത് നീലയാണോ പച്ചയാണോ പോലത്തെ ഒരു കളറാണ്. ഇത് എന്താ ഈ കളർന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് വൈൽഡ് കോഴിയും നാടൻ കോഴിയും തമ്മിൽ ഉള്ള ക്രോസിലുണ്ടായ ഒരു കോഴിയുടെ മുട്ടയാണെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ മെയിൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്ന് വീട്ടിൽ വൈകുന്നേരം എത്താറായപ്പോഴത്തേക്കും വാടിപ്പോയുണ്ട്. ഇത് വെള്ളത്തിൽ വെച്ചതാ. കാരണം ആദ്യം ഞാൻ കാണിക്കാൻ മറന്നുപോയിട്ടാ. ഇത് കറക്റ്റ് എന്ത് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. എന്തിൻ്റെ ഒരു ഇലയാണ് നമ്മൾ എന്തായാലും തോരൻ വെക്കുന്ന ആളുകളോട്ടിട്ട്. അപ്പം ശരി, മേടിച്ച സാധനങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ടാറ്റാ.